ഹായ് ഗൈസ്, 2025 JEE അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിപ്പറേഷനൊക്കെ അവസാന ലാപ്പിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളിൽ പല ആൾക്കാരും പല തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. ചില ആൾക്കാർ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അല്ലെ, അവർ ചിലപ്പോൾ പഠനം ഒരു സ്ട്രക്ചേർഡ് ആവാൻ സാധ്യതയില്ല. കുറച്ച് ഫിസിക്സ് പഠിക്കുന്നുണ്ടാവും, കുറച്ച് കെമിസ്ട്രി പഠിക്കുന്നുണ്ടാവും, പിന്നെ മാത്സ് പഠിക്കുന്നുണ്ടാവും. അതായത് എന്തൊക്കെയൊക്കെ പഠിക്കുന്നുണ്ടാവും, പക്ഷെ കാര്യങ്ങളൊന്നും സ്ട്രക്ചേർഡ് ആയിരിക്കില്ല. എന്നാൽ മറ്റു ചില ആൾക്കാർ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, ഏതെങ്കിലും റിപ്പീറ്റഡ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്തെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് ബാക്ക്ലോഗ് വന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ, അതായത് +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ പ്രിപ്പറേഷനെ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന മക്കളായിരിക്കും എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ കൂടി ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്തൊരു ബാച്ച് ഉണ്ടായിരുന്നു, XPL JEE. XPL എന്ന് പറഞ്ഞാൽ Xylem പ്രീമിയർ ലീഗ്. അതായത് 3 മാസം, ഇനിയുള്ള 3 മാസം കൊണ്ട് നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയി പഠിച്ചുകൊണ്ട് JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്, JEE ക്രാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് ഇതിന്റെ പഠന രീതി? +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 സബ്ജക്റ്റിലെയും ടോപ്പിക്കുകളെ നമ്മൾ വ്യക്തമായി മൊഡ്യൂളാക്കി തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ദിവസവും 2 ക്ലാസ്സുകൾ വെച്ച്, അതായത് 4 മണിക്കൂർ ടോട്ടൽ വരും. 2 മണിക്കൂറുള്ള 2 ക്ലാസ്സുകൾ വെച്ചിട്ട് എല്ലാ ദിവസവും ഈവനിങ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരികയാണ്. അപ്പൊ ഈവനിങ് 6 to 10 വരെയാണ് ക്ലാസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ജോയിൻ ചെയ്യാനും അതോടൊപ്പം തന്നെ പഠിക്കാനും അത് വളരെയധികം സഹായിക്കുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഓരോ മൊഡ്യൂൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനി JEE എക്സാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായ ഇടവേളകളിൽ ആക്ച്വൽ JEE എക്സാമും നടത്തും. 60 ദിവസം കൊണ്ട് വ്യക്തമായി പ്ലാൻ ചെയ്ത ഷെഡ്യൂൾ പ്രകാരം നിങ്ങളുടെ ടോപ്പിക് അഥവാ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ബാക്കിയുള്ള ദിവസങ്ങളിൽ JEE മെയിൻ ഫസ്റ്റ് ഫേസ് വരെയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റിൽ CBT വിടും. അതോടൊപ്പം തന്നെ GIBs ഉണ്ടാവും, അതേപോലെ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് അഥവാ AITs, ഇങ്ങനെയുള്ള എല്ലാ എക്സാമുകളും അതിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. അപ്പം മക്കളെ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും പഠനത്തിന്റെ സ്ട്രക്ചറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സ്ട്രക്ചറിങ് ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾ പല പരീക്ഷണങ്ങളൊക്കെ നടത്തേണ്ടി വരും, പല രീതിയിൽ നിങ്ങൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ വ്യക്തമായി സ്ട്രക്ചർ ചെയ്തിട്ട് നിങ്ങൾക്ക് തരികയാണ്, അത് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സിലെ ക്വസ്റ്റ്യനിലൊക്കെ കോൺസെപ്റ്റുകൾ ഉണ്ടാവും, തിയറി ഉണ്ടാവും, അതിലുപരി PYQs ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് തിയറി പഠിക്കാന്നുള്ളതല്ല, ഇപ്പൊ നമ്മൾ വേണ്ട സ്മാർട്ട് വർക്കാണ്. അതായത് ഇനി എക്സാമിന് 3 മാസമേ ഉള്ളൂ അല്ലെ, അതിന് നമ്മൾ മിനിമം സമയം കൊണ്ട് മാക്സിമം സ്കോർ ചെയ്യണം. അപ്പൊ അത്യാവശ്യം വേണ്ട തിയറിയും കോൺസെപ്റ്റും പഠിച്ച് അതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ സ്മാർട്ട് വർക്കിലൂടെ ചെയ്തിട്ട് പോവാന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ IITകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ IITകളിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഗോൾഡൻ ടിക്കറ്റ് ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പൊ തന്നെ റെഡി ആയിക്കോളൂ ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. ഒരു ഓഫർ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്, ഏർലി ബേർഡ് ഓഫർ. അതായത് ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് 20% കോഴ്സ് ഫീ റിഡക്ഷൻ നേടാവുന്നതാണ്. അപ്പൊ മക്കളെ മടിച്ചു നിൽക്കണ്ട, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോളൂ. ഇനി ഇപ്പം +2 പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്കൂൾ ക്ലാസ് ടൈമിൽ ഇത് ബാധിക്കുന്നില്ല. കാരണം വൈകിട്ട് 6 മുതൽ 10 വരെയാണ്. സോ നല്ല അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണ്. സോ ശങ്കിച്ച് നിൽക്കണ്ട മക്കളെ, പെട്ടെന്ന് ഇങ്ങോട്ട് കയറിപ്പോലെ.